ചെയ്യുന്നത്? ഹലോ പറയൂ. സാറിന്റെ ഒരു നമസ്കാരം സാർ. എന്റെ പേര് അർച്ചന. ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് സംസാരിക്കുന്നത്. പറയൂ. സാറിന്റെ ഒരു ഗോൾഡ് ലോണിന്റെ റീപേയ്മെന്റുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ പറയാനാണ് കോൾ ചെയ്തത്. ഈ കോൾ ക്വാളിറ്റി ട്രെയിനിങ് പർപ്പസിനായി റെക്കോർഡ് ചെയ്യപ്പെടുന്നതായിട്ട് അറിയിക്കുന്നു. ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വിൻസെന്റ് സേവ്യർ സാറിനോടാണോ സംസാരിക്കുന്നത്? യെസ് മാഡം, വിൻസെന്റ് സേവ്യർ തന്നെയാണ്. ഓക്കെ സാർ, സ്ഥിരീകരിച്ചതിന് നന്ദി സാർ. സാറിന്റെ ഒരു ഗോൾഡ് ലോണിന്റെ റീപേയ്മെന്റ് തുകയായിട്ടുള്ള ഒരു 66,725 രൂപ കഴിഞ്ഞ 3 ദിവസം ഡിലേ ആണ് സാർ. 18 സെപ്റ്റംബർ മുതലാണ് ഡിലേ വന്നത്. ഡിലേ ആയത് എന്തുകൊണ്ടാണെന്ന് പറയാനായിട്ട് സാധിക്കുമോ വിൻസെന്റ് സാർ? ഗോൾഡ് ലോണ് ഞാൻ ഈ ഇടയ്ക്ക് പോയി പലിശയൊക്കെ അടച്ച് മാറ്റി വെച്ചതാണല്ലോ. എത്ര രൂപ എമൗണ്ട്? എത്ര രൂപ മാഡം? സാറിന് ഗോൾഡ് ലോണ് സാർ വെച്ചിരുന്നത് ഒരു 61,000-നാണ്. നിലവിൽ സാറിന് 66,725 രൂപ 3 ദിവസം 18 സെപ്റ്റംബർ മുതലാണ് ഡിലേ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഡിലേ വന്നുകൊണ്ട് കാര്യമില്ല. ഞാൻ ഇപ്പൊ തന്നെ പുതുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. സാറിന് ഇത് വന്നിട്ട് വിൻസെന്റ് സാറിന്റെ ഹോം ബ്രാഞ്ചിൽ വിസിറ്റ് ചെയ്യേണ്ട 18 സെപ്റ്റംബറിൽ വിസിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. വിസിറ്റ് ചെയ്യേണ്ട ടൈം ആയതുകൊണ്ടാണ് നിലവിൽ ഈ ഒരു കോള് വന്നിരിക്കുന്നത്. ഹോം ബ്രാഞ്ചിൽ വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ വിൻസെന്റ് സാറിന് അവിടുന്ന് ഇൻഫോം ചെയ്യുന്നതാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. കോൾ ചെയ്തത് ഞാനിപ്പോ വെച്ച ഗോൾഡ് ഒക്കെ അവിടുന്ന് വേറെ ബാങ്കിലെ കുറച്ച് ഗോൾഡ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു പുതിയ ട്രാക്ടർ വാങ്ങിയപ്പോൾ വെച്ചതായിരുന്നു എല്ലാം. അപ്പോൾ അത് കാരണം കൊണ്ട് ആ ഗോൾഡൊക്കെ വീട്ടെടുത്തല്ലോ. ഞാൻ ഇടയ്ക്ക് പോയിട്ട് ബാങ്കിൽ പൈസ എടുത്തിട്ടുണ്ടല്ലോ, അവരോട് സംസാരിക്കുന്നുണ്ട്. ബാങ്കിൽ എപ്പോഴും പോകുന്നുണ്ടല്ലോ. ഞാൻ എപ്പോഴും നല്ല ഇടപാട് നടത്തുന്ന ബാങ്ക് ഇതാണല്ലോ എൻ്റെ അക്കൗണ്ട്. അങ്ങനെ പൈസ വെച്ച് പറയുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് എനിക്ക്. നമ്മൾ ഒരുപാട് തൊഴിലും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഒരുപാട് മിഷന് റെന്റിന് കൊടുക്കുന്നു, മിഷന് മെക്കാനിക് ജോലിക്ക് പോകുന്നു, സ്പെയർ പാർട്സ് വാങ്ങി ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് വിൻസെന്റ് സാറിന് ഒഴലപ്പതി ഹോം ബ്രാഞ്ച് ഇല്ലേ സാറിന്റെ? ഒഴലപ്പതി അല്ലല്ലോ ഇപ്പൊ ഇല്ലല്ലോ. ഒഴലപ്പതി ഇല്ലേ മാഡം? ആ ബ്രാഞ്ച് മാറിയല്ലോ ഇപ്പൊ. ഒഴലപ്പതി ഇല്ലല്ലോ ഇപ്പൊ. വേളന്തവളത്ത് പറയുന്ന സ്ഥലത്താണ് ബ്രാഞ്ച്. അതെ, ഇവിടെ ഒഴലപ്പതിയിൽ തന്നെയാണ് കാണിക്കുന്നത് വിൻസെന്റ്. ഇല്ലല്ലോ, ഒഴലപ്പതിയിലുണ്ടായിരുന്നപ്പോ ഗോൾഡ് വെച്ചൊക്കെ ഞാൻ എല്ലാം എടുത്തിട്ടുണ്ടല്ലോ. അതെയോ സാർ? എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ടൈം ആയിരുന്നു. ഇവിടെ നമുക്ക് ഹോം ബ്രാഞ്ച് സാറിനെ കാണിക്കുന്നത് ഈ ഒരു പേരിലാണ്. ഓക്കെ സാർ, നിലവിൽ 18 സെപ്റ്റംബറിൽ വിസിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായതുകൊണ്ടാണ് ഈ ഒരു കോൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഹോം ബ്രാഞ്ചിൽ സാറിന് ഈ ഒഴലപ്പതി ഹോം ബ്രാഞ്ചിലേക്ക് എന്നാണ് വിൻസെന്റ് സാറിന് വിസിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഡേറ്റ് പറയാമോ? ഒഴലപ്പതി ഹോം ബ്രാഞ്ചിൽ വിസിറ്റ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു നിലവിൽ ഇവിടെ കാണിക്കുന്ന ഗോൾഡ് ലോണുമായി ബന്ധപ്പെട്ട്. മാഡം ഞാൻ പറഞ്ഞ അങ്ങോട്ട് കേൾക്ക്. ഒഴലപ്പതിയിൽ വെച്ച ഒഴലപ്പതി ബ്രാഞ്ച് ഉണ്ടായിരുന്നു. വെച്ച ഗോൾഡ് ഒക്കെ ഞാൻ എടുത്തു. ഓക്കെ, അത് ഒന്നും ഇല്ല ഇപ്പൊ. ഒഴലപ്പതിയിൽ ബ്രാഞ്ചും ഇല്ലല്ലോ ഇപ്പൊ ബ്രാഞ്ച് വേളന്തവളം. ഇപ്പൊ ബ്രാഞ്ച് ഇപ്പൊ വേളന്തവളത്താ ഉള്ളത്. ഒഴലപ്പതിയിൽ ബ്രാഞ്ച് ഇല്ല ഇപ്പൊ. SBI ബ്രാഞ്ച് ഒഴലപ്പതിയിൽ ഇല്ല. വേളന്തവളം പറയുന്ന സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, എങ്കില് സാറിന്റെ ഹോം ബ്രാഞ്ച് ഏതാണോ അവിടെ വിസിറ്റ് ചെയ്യേണ്ട ടൈം ആയിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഈ ഒരു. ശരി, അതിനിപ്പോ ഞാൻ ബാങ്കിൽ പോയപ്പോ മാഡം, ഞാൻ ബാങ്കിൽ പോയാ പോരെ? ഇല്ല, പലിശ അടയ്ക്കണോ? ഇല്ലല്ലോ, പലിശ അടയ്ക്കണമെങ്കിൽ അടയ്ക്കാം. ബാങ്കിൽ എനിക്ക് ഇടപാട് നടക്കുന്നുണ്ട്. ബാങ്കിൽ പൈസ ദിവസം 2,000-3,000 വന്നു പോകുന്നുണ്ട്. ഞാൻ ഇടപാടുള്ള കക്ഷി തന്നെയാണ്. ബാങ്കിൽ നമ്മൾ എപ്പോഴും പോകുന്ന കക്ഷി. അങ്ങനെ ഇപ്പൊ 4,000-ന് വേണ്ടിയിട്ട് ഈ ഗോൾഡ് ഇപ്പൊ വലിയ കാര്യമൊന്നും അല്ലല്ലോ. മനസ്സിലായി സാർ. സാറിന് ഇത് വന്നിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കോളായിരുന്നു വിൻസെന്റ് സാറിന്. ശരി മാഡം, ഞാനൊരു കാര്യം ചെയ്യാം. നാളെ ബാങ്കിൽ പോയി കണ്ട് കാര്യങ്ങൾ പറയാൻ പോരാ? ബോധിപ്പിച്ച് അവരോട് പറയാൻ പോരാ? ഇല്ലെങ്കിൽ മാനേജറിനെ വിളിച്ച് പറയാം. അല്ലെങ്കിൽ ഞാനത് നേരിട്ട് പോയി കണ്ട് സംസാരിക്കാൻ നാളെ പോരെ? സാർ വിസിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കോള് വന്നിരിക്കുന്നത്. ഹോം ബ്രാഞ്ചിൽ നാളെ തന്നെ ഒന്ന് വിസിറ്റ് ചെയ്യുക. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് സാറിന് വിൻസെന്റ് സാറിന് അവിടുന്ന് പറഞ്ഞു തരും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. മാഡം അത് കുഴപ്പം ഞാൻ പറഞ്ഞ കേക്കേ മാഡം. അവിടെ ബാങ്കിൽ അങ്ങനെയാണെങ്കിൽ ബാങ്കിൽ ഇപ്പൊ നിങ്ങളെ വിളിക്കുന്ന നമ്പർ എനിക്ക് റിട്ടേൺ കിട്ടാത്ത നമ്പറാണ്. ഇത് SBI, അതായത് ഞാൻ വിളിക്കുന്ന നമ്പർ ഞാൻ ഈ നമ്പർ നേരത്തെ നിങ്ങൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ച് ഈ നമ്പർ കിട്ടുന്നില്ല. കിട്ടത്തില്ല. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ അപ്പൊ ഞാൻ ബാങ്കിലാണെങ്കിൽ രാവിലെ ഞാൻ വിളിക്കാം, കുഴപ്പമില്ല. ബാങ്കിൽ ഉള്ളോ എനിക്ക് ഒരുപാട് ഇവിടെ നല്ല പരിചയമുള്ളതാണ്. ബാങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ എന്താ നമ്മളെപ്പോഴും പൈസ എടുക്കാൻ പോയിട്ട് അങ്ങോട്ടും വന്നിട്ടും എനിക്ക് ഒരുപാട് പരിചയമുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പൊ അത് കാരണം കൊണ്ട് നാളെ രാവിലെ പോകാം. അതെന്താ വെച്ചാൽ ബാങ്കിലെ പ്രശ്നമല്ലോ, വലിയ കാര്യം. അത് 66 എനിക്ക് മാഡം 67,000 രൂപയ്ക്ക് 67,000 പറയുന്നത് എന്റെ പേരിൽ വേറെ ലോണോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഗോൾഡ് മാത്രമേ. സാറ് പറഞ്ഞതെല്ലാം വ്യക്തമായി. ഇത് വന്നിട്ട് ഇപ്പൊ കോൾ ചെയ്യുന്നത്
ഹോം ബ്രാഞ്ചിൽ പോകേണ്ട ടൈം ആയതുകൊണ്ടാണ് ഇങ്ങ് ഉള്ളപ്പതിൽ ബ്രാഞ്ച് ഇല്ലല്ലോ. നിങ്ങൾ പറയുന്നത് ഉള്ളപ്പതിൽ ബ്രാഞ്ച് ഇല്ല. ഇപ്പം അവിടുന്ന് ബ്രാഞ്ച് വന്നിട്ട് കാലം കുറയായില്ല. ഇപ്പം നിങ്ങൾ അതാണല്ലോ കള്ളം പറയുന്നത്. ഞാൻ പറയുന്ന വാദം, എൻ്റെ വാദം അങ്ങോട്ട് അംഗീകരിക്കണം. നിങ്ങൾ പറയുന്ന റേറ്റ് ആണെങ്കിലും ഉള്ളപ്പതിൽ ബ്രാഞ്ച് ഇല്ലല്ലോ. ഉള്ളപ്പതി ബ്രാഞ്ചിൽ വെച്ച ഒരു ഗോൾഡും ബാക്കിയില്ല. ഉള്ളപ്പതിയിൽ ബ്രാഞ്ച് ഇല്ല. ഇപ്പോൾ ബ്രാഞ്ച് വന്ന് ഇപ്പോൾ വേളന്തോളം പറയുന്ന സ്ഥലത്ത് മാറി. അപ്പം നിങ്ങളിത് തെറ്റായല്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. തെറ്റായി പറയാൻ പാടില്ലല്ലോ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണെങ്കിൽ. പറയട്ടെ, പറഞ്ഞത് മനസ്സിലായി. ഇവിടെ കാണിക്കുന്ന പേരെ നമുക്ക് പറയാൻ പറ്റും, മറ്റൊരു പേര് പറയാൻ പറ്റില്ല വിൻസെന്റ് സാർ. മാഡം അവിടെ ഉള്ളപ്പതിൽ ബ്രാഞ്ച് ഇല്ലല്ലോ. മാഡം നിങ്ങൾ പറഞ്ഞ റേറ്റ് ആണെങ്കിൽ തന്നെ ഞാനും അംഗീകരിക്കുന്നു. പക്ഷേ നിങ്ങളിപ്പോൾ എവിടെ നിന്ന് സംസാരിക്കുന്നത് മാഡം? ഇപ്പൊ നിങ്ങൾ അവിടെ നിന്ന് ശരി ഒരു മിനിറ്റ് മാഡം, എനിക്ക് ഒരു മിനിറ്റ്. ഇപ്പൊ എവിടെ നിങ്ങൾ സംസാരിക്കുന്നത്? ഇപ്പൊ എവിടെ നിങ്ങൾ സംസാരിക്കുന്നത്? ഇത് എസ്ബിഐയുടെ കോൺടാക്ട് സെന്റർ ബാംഗ്ലൂരിൽ നിന്നാണ് കോൺടാക്ട് ചെയ്യുന്നത്. ബാംഗ്ലൂരിൽ നിന്നാണോ? അതെ സാർ. സാറിന്റെ 9080 എന്ന് പറയുന്ന ലോൺ അക്കൗണ്ടിന്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ എന്തായാലും ഹോം ബ്രാഞ്ച് അവിടെ ഇല്ലാത്തത് കൊണ്ട് എവിടെയാണോ സാറിന്റെ ಮೇಡಮ್ ನನ್ನ ಮಾತೆ ಕೇಳಬೇಕಂತ. ನನ್ನ ಮಾತೆ ಕೇಳಬೇಕು. ನನ್ನ ಮಾತೆ ಕೇಳಬೇಕು. ಬ್ಯಾಂಗ್ಳೂರ್ ಇದೀರಲ್ಲ, ನಿಮ್ ಕನ್ನಡ ಗೊತ್ತಲ್ಲ? സോറി സാർ, മലയാളത്തിൽ സംസാരിക്കാൻ സാധിക്കും ಮೇಡಮ್? ಇಲ್ಲ ನಂಬರ್ ನಂಗೊಡಿಗೆ നിങ്ങൾ ബാംഗ്ലൂരിൽ സംസാരിക്കണം. അപ്പോൾ ಕನ್ನಡ അറിയണമല്ലോ. നിങ്ങൾ ಕನ್ನಡ ಮಾತಾಡಬೇಕಾಯ್ತು ಗೊತ್ತಾ? ನನಗೆ ಎಲ್ಲ ಲ್ಯಾಂಗ್ವೇಜು ಮಾತಾಡಕ್ಕೆ ಬರುತ್ತೆ. ನನಗೆ ಎಲ್ಲ ಲ್ಯಾಂಗ್ವೇಜ್ ಓದಕ್ಕೆ, ಕನ್ನಡ ಓದಕ್ಕೆ ಬರೆಯಕ್ಕೆ ಬರುತ್ತೆ. ಕನ್ನಡ ತುಳು ಬರುತ್ತೆ. നിങ്ങൾ ബാംഗ്ലൂർ ಇದಂತಾರೆ ಕನ್ನಡ ಮಾತಾಡಬೇಕಲ್ಲ. പിന്നെ ಸುಳ್ಳು ಹೇಳ್ತೀರಾ ನೀವು? സാർ ഞാൻ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. മനസ്സിലായി. പക്ഷേ നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് പറയുമ്പോൾ മാഡം, നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് പറയുമ്പോൾ കന്നഡ അറിയാതിരിക്കില്ലല്ലോ. കന്നഡ ഏറെ അറിയാലോ. ശരി സാർ, കന്നഡ സാറിനോട് ഇപ്പൊ ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. മാഡം വ്യക്തമായതല്ല പറയുന്നത്. നിങ്ങൾ പറയുന്നത് റെഡി. നിങ്ങൾ ബാംഗ്ലൂരിൽ സംസാരിക്കുന്ന ഞാനത് തട്ടുത്തരം പറയുന്നില്ല. പക്ഷേ ഈ ഫോൺ റെക്കോർഡാണ്. പക്ഷെ ഞാൻ പറയുന്ന വാദം, ഉള്ളപ്പതിയിൽ SBI അക്കൗണ്ട് ഉള്ളപ്പോൾ എനിക്ക് അക്കൗണ്ട് ഉള്ളതാണ്, ഗോൾഡ് വെച്ചിട്ടുള്ളതാണ്. അത് ഞാൻ അടയ്ക്കാൻ ബാധിച്ച് പഠിക്കും. ഞാൻ അടയ്ക്കണോ? ഇല്ല ഗോൾഡ് എടുത്ത് പോകണം. ഇനി SBI അക്കൗണ്ട് ക്ലോസ് ചെയ്ത് വിട്ടാൽ മതിയല്ലോ. അത് സാറ് ഹോം ബ്രാഞ്ചിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിസിറ്റ് ചെയ്യാൻ. അത്രയല്ല, ഇത്രയും സംസാരിക്കുന്ന കാര്യമില്ലല്ലോ. നിങ്ങൾ അവർ ബാങ്കിൽ ഞാൻ ഇന്നലെ പോയിരുന്നല്ലോ. നിൽക്കേ മാഡം, ഇപ്പം ഞാൻ ഒരു മാസം മുന്നേ ഞാൻ ബാങ്കിൽ പോയിരുന്നല്ലോ. ഒരു ലോൺ വേണം പറഞ്ഞിട്ട് ഞാൻ പോയിരുന്നല്ലോ. ഒരു വണ്ടി എടുക്കാൻ വേണ്ടി ലോൺ വേണം പറഞ്ഞപ്പോൾ അവിടെ അങ്ങനെ ആ ബാങ്കിൽ ആൾക്കാർ ഒന്നും ഇങ്ങനെ പറഞ്ഞില്ലല്ലോ. എന്നെ കൊണ്ട് ഒരു വാക്ക് അവർ പറഞ്ഞല്ലോ. വെൻസെന്റ് കൊഞ്ഞാൻ പറയിപ്പൊക്കെ പറഞ്ഞല്ലോ. ബാങ്കിൽ അവിടെ പോയി വാങ്ങി ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്നൊന്ന് പറയാത്ത എന്താണ്? പിന്നെ അവരൊന്നും പറയാത്ത നിങ്ങൾ മാത്രം ബാംഗ്ലൂരിൽ നിന്ന് സംസാരിക്കുന്നത് പറയുന്നത്. പിന്നെ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇനിമേൽ നിങ്ങൾ ഉദ്യോഗസ്ഥയായിരിക്കാം, ഞാൻ സ്ത്രീ എന്ന ബഹുമാനം കൊടുക്കുന്നു. അതുകൊണ്ടാണ് എത്രയും സമയം. പിന്നെ ഇപ്പോഴുള്ള കാലങ്ങളിൽ ഇതുപോലത്തെ നമ്പർ ഫ്രോഡ് നമ്പർ എന്നാണ് പറയുന്നത്. രാവിലെ നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ SI വിളിച്ചിട്ട് ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് കേട്ടോ മാഡം. പിന്നെ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ബാങ്ക് ഉണ്ടെങ്കിൽ ഞാൻ പൈസ അടച്ചേക്കാം, അത് ഗോൾഡ് എടുക്കാം. അത് വിഷയമെന്നല്ല. നിങ്ങൾ മനസ്സിലായോ? നിങ്ങൾ എനിക്ക് മാഡം ഞാൻ ബാങ്കിൽ പോകേണ്ട അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞേക്കെ ഞാൻ ബാങ്കിൽ പോകണ്ടല്ലേ ഉള്ളൂ. ബാങ്കിൽ പോയി നിങ്ങൾ എന്ത് കാര്യം തിരക്കണം, അത്രയേ ഉള്ളൂ. പറയൂ മാഡം. ഞാൻ ബാങ്കിൽ പോകാം. ഞാൻ പറഞ്ഞു നിങ്ങൾ കേൾക്ക് മാഡം. ഇത്ര ഞാൻ കണ്ടല്ലോ. ഞാൻ ബാങ്കിൽ പോയി കാര്യങ്ങൾ തിരക്കണം, അത്രയേ ഉള്ളൂ. നാളെ രാവിലെ പോയി ബാങ്ക് മാനേജറെ കണ്ട് നേരിട്ട് കാര്യം ധരിപ്പിക്കാം. ഈ ഫോണിൽ ഹോം ബ്രാഞ്ചിൽ വിസിറ്റ് ചെയ്യുക. ശേഷം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും സാറിന് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. മാഡം ഞാൻ ഇപ്പൊ പോയി ഒരു മാസം മുന്നേ മാഡം ഞാൻ പോയിട്ട് വന്നാൽ എനിക്ക് 5 ലക്ഷം രൂപ ലോൺ വേണം പറഞ്ഞ് ഞാൻ പോയതല്ല. അപ്പൊ അന്ന് അവർ മിണ്ടിയില്ല. എന്താണെന്ന് മിണ്ടാത്തത്. അപ്പൊ അവരെ മാനേജർ പരിചയം, അവിടെ ഒരു മാഡം ഉണ്ടല്ലോ, അവർ പരിചയം ഉണ്ടല്ലോ, അവിടെ ഒരു സാറുണ്ട്, നല്ല പരിചയമുള്ള ആൾക്കാരല്ല എനിക്ക്. അവിടെ ഉള്ള 2 സാറുമാർ. ഞാൻ പോയി എനിക്ക് എഴുതാൻ അറിയില്ല. അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് എഴുതാൻ അറിയില്ല ബാങ്കിൽ. അവർ ഞാൻ പോയി കഴിഞ്ഞാൽ പൈസ എടുക്കണം പറഞ്ഞാൽ തുകയാണെങ്കിൽ അവർ എഴുതി എനിക്ക് പൈസ തരുന്നതാണല്ലോ. അവർ അങ്ങനെ ഒന്നും എന്നെ കൊണ്ട് പറഞ്ഞില്ലല്ലോ. എന്താ അങ്ങനെ പറയാതെ? അങ്ങനെ എനിക്ക് നല്ല പരിചയമുള്ള സാറുമാരെല്ലാം അവിടെ ഉള്ളത്. ഇപ്പൊ ഇവർ മാനേജർ മാഡം മാത്രം. അപ്പം എന്തോ ഇതായിരുന്നു. ഇപ്പോൾ ഒരു മാഡം വന്നേക്കുന്നത്. അവർ മാത്രം പരിചയം കുറവുള്ളൂ. ഇന്നലെ ലോണിന് പോയിരുന്നു. ഞാൻ വണ്ടി എടുക്കണം പറഞ്ഞ ലോണിന് പോയപ്പോൾ അവർ പറഞ്ഞത് വിൻസെന്റ് എനിക്ക് കൊഞ്ചാമ്പറ ബ്രാഞ്ചിൽ പോക്കാം, അവിടെ വണ്ടി ലോൺ തരാൻ പറയും, ഇവിടെ നിന്ന് വാങ്ങിക്കുമെന്ന് പറഞ്ഞു. എന്നാലും അവിടെയും പോയിരുന്നല്ലോ. അവരൊന്നും മിണ്ടിയില്ല. ഒരുത്തരും ഈ ലോണിന്റെ കാര്യം പറഞ്ഞു. നിങ്ങളെ മാത്രം പറയാൻ നിൽക്കുന്നത്. ഇപ്പം എത്ര പൈസ അടയ്ക്കണം അത്രയേ ഉള്ളൂ. ഞാൻ അടച്ചാക്കാം. നിങ്ങളെ വെക്ക്. പിന്നെ ഇത് ഞാൻ കൊണ്ടുപോയി ബാങ്ക് നാളെ കൊണ്ടുപോയി ഇത് ബാങ്കിൽ കാണിക്കും. നിങ്ങൾ വിളിച്ച റെക്കോർഡ് കൊണ്ടുപോയി ബാങ്കിൽ ഇങ്ങനെ നമ്പർ കൊണ്ടുപോയി ബാങ്കിൽ ഞാൻ SBI ആയിട്ട് കാണിക്കും. എന്താ പറഞ്ഞാൽ ഇതിപ്പോൾ പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ഓൺലൈൻ വഴി തട്ടിപ്പും വെട്ടിപ്പും ഉള്ള കാലമാണ്. നിങ്ങൾ പറയുന്നത് ഇത്ര നേരമാണ് നീ സംസാരിക്കുന്നത് എനിക്ക് ആവശ്യമില്ല. എനിക്ക് കട്ട് ചെയ്തു. ഞാൻ രാവിലെ നിങ്ങൾ വിളിച്ചില്ലേ, ഓർമ്മയുണ്ടോ? ഹലോ, മനസ്സിലായി സാർ. അതാണ് പറയുന്നത്. ഡിലേ പേയ്മെന്റുകൾ ക്രെഡിറ്റേഴ്സിനെ ബാധിച്ചാൽ ഫ്യൂച്ചർ ലോണിലും ഇൻട്രസ്റ്റിലും വ്യത്യാസം വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് സാർ നാളെ തന്നെ ഹോം ബ്രാഞ്ചിൽ മാഡം ആ ഗോൾഡ് ഒന്നും വലിയ തുകയ്ക്കില്ലല്ലോ മാഡം. ഞാൻ പറഞ്ഞ ആ ഗോൾഡ് ഒന്നും വലിയ തുകയ്ക്കില്ല. 66 പറയുന്ന തുകയുണ്ടല്ലോ. അത് വലിയ കാര്യമില്ല തുക. എൻ്റെ കയ്യിൽ ഞാൻ പറയണ്ടല്ലോ വേറെ ഏത് അക്കൗണ്ടിൽ എനിക്ക് ഈ ലോൺ ഇല്ലാന്നല്ല പറയുന്നത്. അടയ്ക്കാനുള്ള പണിയുള്ളൂ. ശരി മാഡം, നിങ്ങൾ വെക്കാൻ എനിക്ക് ഉച്ച തിരക്കുകളും ഉണ്ട്. ഞാൻ നാളെ SBI ബാങ്കിൽ പോയി തിരക്കിയിട്ട് നിങ്ങൾ എവിടെ നിന്ന് ശ്രമിക്കുക? ബാംഗ്ലൂരിൽ ഏത് സ്ഥലമാണ് മാഡം? ബാംഗ്ലൂരിൽ ഏത് സ്ഥലമാണ്? സ്ഥലം ഏതാ?
സാറേ മാഡം ബാംഗ്ലൂരിൽ ഏതാണ് സ്ഥലം? ഇല്ലല്ല നാം ബാംഗ്ലൂരിൽ ഏതാ സ്ഥലം? സാർ ഫർദർ ആയിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ പറ്റില്ല. ഇത് എസ് ബിയുടെ കോൺടാക്ട് സെന്റർ ബാംഗ്ലൂരിൽ നിന്നാണ് കോൺടാക്ട് ചെയ്യുന്നത്. ഇല്ലല്ലോ, ഇത് അങ്ങനെ ശരിയല്ലല്ലോ. നിങ്ങൾ ഈ പറയുന്ന വാക്ക് ശരിയല്ല. എന്റെ ഹോം ബ്രാഞ്ച് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കോൾ മാത്രമാണ് സാർ. ഹോം ബ്രാഞ്ചിൽ വിസിറ്റ് ചെയ്യാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. ആരാണ് മാഡം? മാഡം ഫോൺ വെച്ച് വെറുതെ സമയം കളയല്ലേ. നിങ്ങൾ ഈ ഹോം ബ്രാഞ്ച് പറഞ്ഞാൽ എനിക്ക് ഞാൻ പറയണേ നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് പറയുമ്പോൾ കള്ളം പറയണേ നിങ്ങളെ തന്നെ. മനസ്സിലായില്ലേ? കാരണം ബാംഗ്ലൂർ പോയേക്ക് എല്ലാ ലാംഗ്വേജും ബാംഗ്ലൂരിൽ ഇല്ല ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരുവിധമൊക്കെ കണ്ട അറിയുന്ന ആൾക്കാരായിരിക്കും കേട്ടോ. നിങ്ങൾ അത് പറയുന്നില്ല. ഈ മലയാളം തന്നെ പറയുന്നുണ്ട് മാഡം. ഞാനൊരു സ്ത്രീയായത് കൊണ്ട് ഇത്രയും ബഹുമാനത്തോട് സംസാരിക്കുന്നത്. എന്താ ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ മകളുടെ മുൻഗണന തരുന്ന വ്യക്തിയാണ്. അത് കാരണമാണ് ഞാൻ സംസാരം മാറ്റാത്തത്. ഇല്ലെങ്കിൽ ആണുങ്ങളാണെങ്കിൽ സംസാര രീതി മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര നേരം ഇതിന്റെ സമയം ആവശ്യമില്ല. നിങ്ങൾക്ക് മണിക്കൂറായി മാഡം. ഡീറ്റെയിൽ പറയാൻ ആവശ്യം മാഡം. ഞാൻ 1 മാസം മുന്നേ ബാങ്കിൽ പോയിരുന്നല്ലോ. അവരൊരു ഡീറ്റെയിലും പറഞ്ഞില്ലല്ലോ. നിങ്ങളാണെങ്കിൽ ഇങ്ങനെ കാര്യം പറയാൻ അങ്ങനെ ബാങ്കുകാർ എസ് ബി ഐക്കാരെ വിളിക്കട്ടെ. ഇവിടെ ലോക്കലിൽ നിന്ന് വിളിക്കട്ടെ. ലോക്കൽ എസ് ബി ഉണ്ടല്ലോ, അവർ മാനേജർമാരെന്നെ വിളിക്കട്ടെ. ഞാൻ വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല മാഡം. അങ്ങനെയാണെങ്കിൽ അവരെന്നെ വിളിക്കും മാഡം. എസ് ബി ഐ അവർ വിളിക്കും. ഞാൻ വിസിറ്റ് ചെയ്യാൻ താല്പര്യമില്ല. അവരെന്നെ വിളിക്കട്ടെ. யூடியூப் சேனல் சப்ஸ்கிரைப் பண்ணிங்க, லைக் பண்ணி ஷேர் பண்ணிங்க. ஒரு எஸ்பிஐ பேங்கோட பேரை சொல்லி ஒரு பொண்ணு எனக்கு காலையில் கூப்பிட்டு நான் ரெக்கார்டு பாட்டி என்னதில் லைன் கிடைப்போச்சு. வேறு லைனுக்கு கூப்பிட்டாங்க. நான் அந்த லைன் நான் திருப்பியும் கூப்பிட்டு எனக்கு கிடைக்கல. திருப்பி ஒரு 12 மணி போல் இருக்கும், ஒரு 12 மணி இருக்கும். எனக்கு கூப்பிட்டு பேசினேன். அந்த பொண்ணு சொன்னதவே திருப்பி சொல்லுது. ஃப்ராடு பொண்ணுன்னு நினைக்கிறேன். எஸ்பிஐ பேங்க் பொண்ணா அந்த வேலை செய்கிற பொண்ணாக இருந்ததுன்னா அது நல்லவங்களா இருக்கலாம், பரவாயில்ல. அதே பின்னொன்று எஸ்பிஐயில் ஒரு பர்சனல் விஷயங்களை கேட்க மாட்டாங்கன்னு ஆர்பிஐ பேங்க் சொல்லப்பட்டிருக்கிறது. அதாவது பர்சனல் நம்ம ஒரு கோல்டு வச்சுக்கிற விஷயத்தை இது பகிரங்கமாக ஃபோன் பண்ணி கேட்க மாட்டாங்கன்னு சொல்லுது. அந்த பொண்ணு எங்கேருந்து பேசணும்னா பெங்களூர்லேருந்து பேசணும்னு சொல்லிச்சு. அது பேசுகிறது கேளுங்க எல்லாரும் கேட்டுட்டு ஜனங்களை எல்லாரும் விழிப்புணர்வு ஆகிக்கிங்க. இது ஃப்ராடு பொண்ணாக இருக்குதான் வாய்ப்பு. எந்த பேங்க் இல்லைன்னா வேந்தால பிரான்ச்காரங்க என்ன ஃபோனில் கூப்பிடுவாங்க. எனக்கு பழக்கம் இருக்குதுல்ல, அப்படியே அப்படின்னா கூப்பிடுவாங்க. இது பெங்களூர்லேருந்து பேசுகிற சொன்னதுவே திருப்பி சொல்லுது. அதனால் நான் இன்னும் ரொம்ப உங்களுக்கு கடிக்க விரும்பலை. இந்த ஏழை மக்களுங்கிற யூடியூப் சேனல் சார்பாக இந்த மாதிரி வீடியோவை எல்லாம் சப்ஸ்கிரைப் பண்ணி, லைக் பண்ணி, ஷேர் பண்ணி வச்சுங்க. இந்த மாதிரி ஃப்ராடுகளை எல்லாம் நம்பாதீங்க, சரிங்களா? இது ஃப்ராடு. ஜெய்ஹிந்த்.